എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാമത്തെ ചാപ്റ്ററായ സിമിലർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് എന്താ മെയിനായിട്ട് പറയുന്നത്? രണ്ട് ത്രികോണങ്ങൾ തുല്യമാകുന്നത് എപ്പോഴൊക്കെയാണ് അല്ലേ? അതല്ലേ അതിനകത്ത് കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ രണ്ട് ത്രികോണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങൾ തുല്യമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങളുടെ നീളങ്ങൾ ഒന്നാണെങ്കിൽ ഇതിന്റെ ആംഗിൾസ് അല്ലെങ്കിൽ ഇതിന്റെ കോണളവുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ എവിടെയൊക്കെ വരുന്ന ആംഗിൾസ് ആണ് ഈക്വൽ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, 3 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഈ സൈഡിന്റെ എതിർകോൺ ഏതാണ്? ഇതാണല്ലേ. അതായത് ഇവിടുത്തെ ആംഗിൾ ഒരു 40 ഡിഗ്രി ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ത്രികോണത്തിലും ഒരു 40 ഡിഗ്രി ഉണ്ടല്ലോ. അതെവിടെയായിരിക്കും? ഇവിടെ 3 സെന്റിമീറ്ററിന്റെ എതിർകോണാണല്ലേ, ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 3 സെന്റിമീറ്റർ എവിടെയാണോ അതിന്റെ എതിർകോണായിരിക്കും. അപ്പൊ ഇതായിരിക്കും 40 ഡിഗ്രി. ഇനി അടുത്തത് 4 സെന്റിമീറ്ററിന്റെ എതിർകോണ് 60 ഡിഗ്രി ആണെങ്കിൽ ഈ പടത്തിൽ 4 സെന്റിമീറ്ററിന്റെ എതിർക്കിടക്കുന്ന കോൺ എത്രയായിരിക്കും? ഇവിടെയും 60 ഡിഗ്രി തന്നെയായിരിക്കും അല്ലെ. ഇനി അടുത്ത ഇവിടെ 80 ഡിഗ്രി ആണെങ്കിലോ ആ 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണല്ലേ. അതായത് 80 ഡിഗ്രിയുടെ എതിർവശം എത്രയാണ്? 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ 5 സെന്റിമീറ്ററിന്റെ എതിർകോൺ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ തുല്യവശങ്ങളുടെ എതിർകോണുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ രണ്ട് ത്രികോണങ്ങളും നോക്കിയപ്പോൾ ഇതിന്റെ വശങ്ങളും ഈക്വലായി. വശങ്ങൾ ഈക്വൽ ആണെങ്കിൽ അവയുടെ ആംഗിൾസും കോണുകളും ഈക്വൽ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും, തുല്യ ത്രികോണങ്ങളായിരിക്കും. അപ്പൊ തുല്യ ത്രികോണങ്ങൾ കണ്ടുപിടിക്കുന്ന വേറെ കുറെ പ്രോപ്പർട്ടീസ് കൂടെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മൾ പഠിക്കുന്നത് സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളെ പറ്റിയാണ്. അപ്പൊ എന്താണ് സദൃശ്യ ത്രികോണങ്ങൾ, സിമിലർ ട്രയാങ്കിൾസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ രണ്ട് ട്രയാങ്കിൾസ്, രണ്ട് ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലേ. ഈ രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാൻ പറ്റുമോ? തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ തുല്യ ത്രികോണങ്ങൾ ആവണമെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഈ ട്രയാങ്കിളിന്റെയും വശങ്ങളുടെ നീളങ്ങൾ എന്തായിരിക്കണം? ഒന്ന് തന്നെ ആയിരിക്കണം അല്ലെ. നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളും കണ്ടിട്ട് വശങ്ങളുടെ നീളങ്ങൾ രണ്ടിന്റെ ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഇച്ചിരി വലിപ്പമേറിയ ത്രികോണമാണ് അല്ലെ, ഇത് ഇച്ചിരി വലിപ്പം കുറഞ്ഞ ത്രികോണം. അപ്പൊ ഉറപ്പായിട്ടും എന്താണ്? ഈ രണ്ട് ത്രികോണത്തിന്റെയും വശങ്ങളുടെ നീളങ്ങൾ തുല്യമല്ല. അത് നമുക്ക് ഉറപ്പിച്ച് പറയാമല്ലോ. പക്ഷെ നമുക്കിവിടെ തന്നേക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ രണ്ട് ത്രികോണങ്ങളുടെയും ആംഗിൾസ്, കോണളവുകൾ എന്താണ്? തുല്യമാണ് അല്ലെ. അതായത് ഇവിടെ 40 ഡിഗ്രി ആണ്, ഇവിടെ 60 ആണ്, ഇവിടെ 80 ആണ്. അതേപോലെ തന്നെ ഈ ത്രികോണത്തിലും ഏതൊക്കെ അളവുകളുണ്ട്? 40 ഡിഗ്രി ഉണ്ട്, 60 ഡിഗ്രി ഉണ്ട്, 80 ഡിഗ്രി ഉണ്ട്. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളുടെയും ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞല്ലോ, കോണളവുകൾ തുല്യമാണെന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ സൈഡുകളെ, വശങ്ങളെ ഞാൻ A, B, C എന്ന് കൊടുക്കുവാണ്. ഇവിടെ P, Q, R എന്നും കൊടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതായത് തുല്യ കോണളവുകളുള്ള രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണെന്നല്ല, വശങ്ങളുടെ നീളങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ്, തുല്യ കോണളവുകളുള്ള രണ്ട് ത്രികോണങ്ങൾ എടുക്കുകയാണെങ്കിൽ അവയുടെ വശങ്ങളുടെ നീളങ്ങൾ എന്തായിരിക്കും? ഒരേ അംശബന്ധത്തിലായിരിക്കും. അപ്പൊ അതെങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ ഞാൻ 40 ഡിഗ്രിയുടെ എതിർവശം എടുക്കുക. എതിർവശം എത്രയാണ്? A ആണല്ലേ. ഈ A എന്ന് പറയുന്ന സൈഡും ഇവിടുത്തെ 40 ഡിഗ്രിയുടെ എതിർവശമോ P ആണല്ലേ. എയും പിയും തമ്മിൽ, അതായത് A എന്ന് പറയുന്ന ഈ സൈഡും P എന്ന് പറയുന്ന ഈ സൈഡും തമ്മിൽ ഒരു റേഷ്യോ ഉണ്ടായിരിക്കും അല്ലെ, ഒരു അംശബന്ധം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അടുത്ത എന്താണ്? 60 ഡിഗ്രിക്ക് എതിരായിട്ടുള്ള വശം എത്രയാണ്? B ആണല്ലേ. ബിയും അതുപോലെ തന്നെ ഇവിടുത്തെ 60 ഡിഗ്രിയുടെ എതിർവശം ഏതായിരിക്കും? Q ആയിരിക്കും അല്ലെ. ഈ Qവും തമ്മിലും എന്തായിരിക്കും? ഒരു അംശബന്ധം ഉണ്ടായിരിക്കും. അടുത്ത എന്താണ്? 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എതിർവശം C ആണ്. ഇവിടെ 80 ഡിഗ്രിയുടെ എതിർവശവോ R ആണ്. ഈ സിയും ആറും തമ്മിലും എന്തായിരിക്കും? ഒരു അംശബന്ധം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? A/P എന്ന് എഴുതാം അല്ലെ. A/P. A എന്ന് പറയുന്നത് ഈ സൈഡാണ്, P എന്ന് പറയുന്നത് ഈ സൈഡാണ്. അടുത്ത എന്താണ്? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Bയും Qവും. B എന്ന് പറയുന്നത് ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡാണ്. B/, എങ്ങനെ എഴുതാം? ഇവിടെ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന എന്താണ്? Q ആണല്ലേ. B/Q ആണ്. അടുത്ത നോക്കിയേ, 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് C, ഇവിടെ 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് R. അപ്പൊ ഇവരുടെ എല്ലാം അംശബന്ധം എന്തായിരിക്കും? സെയിം റേഷ്യോയിലായിരിക്കും അല്ലെ. അതായത് ഈ അംശബന്ധങ്ങളെല്ലാം തുല്യമായിരിക്കും. A/P എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും B/Q, B/Q എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും C/R. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എയ്ക്ക് പകരം ഞാൻ
4 സെൻറ്റിമീറ്റർ ആണ് എടുത്തത്. ബിക്ക് പകരം 6 സെൻറ്റിമീറ്റർ, സിക്ക് പകരം 8 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പിയും ക്യൂവും ആറും നമുക്ക് എങ്ങനെ എടുക്കാം? ഒരേ അംശബന്ധത്തിലാണെന്ന് പറഞ്ഞല്ലേ. ഇവിടെ ഞാൻ പിക്ക് 2 കൊടുത്തു. അതായത് എയുടെ പകുതിയാണ് പി അല്ലേ. അതായത് എ എന്ന് പറയുന്ന 4 4ന്റെ പകുതിയാണ് 2. 4ന്റെ പകുതിയായിട്ട് ഹാഫ് ഭാഗമായിട്ട് മാറി പി. അങ്ങനെയാണെങ്കിൽ ബിയുടെ എത്ര മടങ്ങായിരിക്കും, അല്ലെങ്കിൽ ബിയുടെ എത്ര ഭാഗമായിരിക്കും ക്യൂവ്? ബിയുടെയും പകുതിയായിരിക്കും അല്ലേ. ബിയുടെ പകുതി എന്ന് പറയുമ്പോൾ ബിയുടെ 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 അല്ലെ. ബി എന്ന് പറയുന്നത് 6 ആണ്, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 3. ഇവിടെ നോക്കിയേ, ഇവിടെ സി എന്ന് പറയുന്ന 8 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 4 ആയിരിക്കും. 8ന്റെ പകുതി 4 ആയിരിക്കും. എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 4 അല്ലേ. 4/പി. പി എത്രയാണ്? 2 ഈക്വൽ ടു ബി എന്ന് പറയുന്നത് എത്രയാണ്? ബി എന്ന് പറയുന്നത് 6 ഡിവൈഡഡ് ബൈ ക്യൂ എത്രയാണ്? 3 അല്ലേ. ഈക്വൽ സി എത്രയാണ്? 8, 6 എത്രയാണ്? 4. ഇതിനെല്ലാം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെ ആൻസർ കിട്ടുന്നത്? 4 ഡിവൈഡ് ബൈ 2, 4/2 എത്രയാണ്? 2 അല്ലേ. 6/3 എത്രയാണ്? അതും 2 തന്നെയാണ്. 8/4 അതും 2 തന്നെയാണ് അല്ലേ. അപ്പൊ ഇതെല്ലാം നമുക്ക് ചെയ്തപ്പോൾ എന്ത് തന്നെയാണ് കിട്ടിയത്? ഒരേ ആൻസർ തന്നെയാണ് കിട്ടിയത് അല്ലെ. 2 എന്നുള്ള ആൻസർ ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, A/Pയും B/Qവും C/Rഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവരെല്ലാം സെയിം റേഷ്യോയിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വലിയ ത്രികോണത്തിന്റെ സൈഡുകളുടെ നീളത്തിന്റെ പകുതിയായിട്ടാണ് ചെറിയ ത്രികോണത്തിന്റെ സൈഡുകളുടെ നീളം എടുത്തേക്കുന്നത് അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്താണ്? ഇവിടുത്തെ സൈഡുകളുടെ പകുതിയായിട്ടാണ് എടുത്തേക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് നോക്കുകയാണെങ്കിലോ, ഇവിടുത്തെ സൈഡുകളുടെ എല്ലാം ഇരട്ടിയാണല്ലേ. 2ന്റെ ഇരട്ടി അല്ലയോ 4, 3ന്റെ ഇരട്ടി അല്ലയോ 6, അതുപോലെ 4ന്റെ ഇരട്ടി അല്ലയോ 8. അപ്പൊ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഈ 2 ത്രികോണങ്ങളുടെയും കോണുകൾ തുല്യമാണെന്നും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ ത്രികോണത്തിന്റെ 3 വശത്തിന്റെ ലെങ്തും നീളവും തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ത്രികോണത്തിന്റെ 1 വശത്തിന്റെ നീളവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ത്രികോണത്തിന്റെ ബാക്കി 2 വശങ്ങളുടെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ കോണളവുകൾ തുല്യമാണെന്ന് തന്നിട്ടുണ്ടല്ലോ. ത്രികോണത്തിന്റെ കോണളവുകൾ തന്നെയായിരിക്കും ഈ ത്രികോണത്തിന്റെയും കോണളവുകൾ. അപ്പൊ ഈ 2 ത്രികോണത്തിന്റെയും കോണളവുകൾ തുല്യമായതുകൊണ്ട് ഇത്തരത്തിലുള്ള ത്രികോണങ്ങളെ പറയുന്ന പേരെന്താണ്? അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ, സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങൾ. അപ്പൊ സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താണ്? 2 ത്രികോണങ്ങളുടെ കോണളവുകൾ തുല്യമാണെങ്കിൽ അവയുടെ വശങ്ങളുടെ നീളങ്ങൾ എന്തായിരിക്കും? ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലെ. അപ്പൊ അതാണ് സദൃശ്യ ത്രികോണങ്ങൾ. അപ്പൊ ഇവിടെ നോക്കിയേ, ആംഗിൾ പി, അതായത് കോണളവ് പി എന്ന് പറയുന്നത് ഏതാണ്? ഇതാണല്ലേ. ഈ പിയോട് ഏത് കോണാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? കോൺ സി. കോൺ സി എന്ന് പറയുന്നത് എവിടത്തെയാണ്? ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഈ ആംഗിൾ ആണ് അല്ലെ. അപ്പൊ ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. അടുത്ത് നോക്കിയേ, ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ എ. ആംഗിൾ ക്യൂ ഏതാണ്? ഇതാണല്ലേ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ത്രികോണത്തിന്റെ ക്യൂ എന്ന് പറയുന്ന ആംഗിൾ. അത് ആരുമായിട്ടാണ് ഈക്വല്? ആംഗിൾ എ. ദാണ്ട ഈ ഒരു ആംഗിളുമായിട്ടാണ് ഈക്വല്. ഇനി അടുത്ത ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ ബി, അവശേഷിക്കുന്ന ഈ ഒരു കോണ്. അപ്പൊ ആംഗിൾ ആറും ആംഗിൾ ബിയും തമ്മിൽ ഈക്വൽ ആയി. അപ്പൊ ഇനി നോക്കിയേ, രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഒരേ ഒരു വശമേ നമുക്ക് തന്നിട്ടുള്ളൂ അല്ലെ. ആ തന്നേക്കുന്ന വശം ഏത് കോണിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് നോക്കിയേ. ഏത് കോണിന്റെ എതിർവശമാണെന്ന് നോക്കിയേ. കോൺ ആറിന്റെ എതിർവശമാണ് തന്നേക്കുന്നത്, പി ക്യു. ആറിനോട് ഈക്വൽ ആയിട്ടുള്ള ഒന്നാമത്തെ ത്രികോണത്തിന്റെ കോൺ ഏതാണ്? കോൺ ബി ആണല്ലേ. ഇത് രണ്ടും കണ്ടോ, ഞാൻ വരച്ചേക്കുന്നുണ്ടോ? 3 വര വരച്ചേക്കുന്നത്. അതായത് ഈ ആറിനോട് ഈക്വൽ ആയിരിക്കും ഈ ബി എന്ന് പറയുന്ന കോണ്. അപ്പൊ ബിയുടെ ഓപ്പോസിറ്റ് നോക്കിയേ. ബിയുടെ ഓപ്പോസിറ്റ് ആറാണല്ലേ. അപ്പൊ ഇവിടെ സെയിം റേഷ്യോയിൽ വരുന്ന 2 സൈഡ് ഏതൊക്കെയാണ്? പി ക്യൂവും എ സിയും. പി ക്യൂ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. എ സി എന്ന് പറയുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ 2 സൈഡും തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കിയേ. എങ്ങനെയാണ് ഈ 2 സൈഡും എടുത്തതെന്ന് മനസ്സിലായോ? ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് നമ്മൾ നോക്കുക. നമുക്ക് തന്നേക്കുന്ന രണ്ടാമത്തെ പടത്തിൽ നമുക്ക് പി ക്യൂ എന്ന് പറയുന്ന ഈ സൈഡാണ് തന്നേക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ നോക്കുക. ഓപ്പോസിറ്റ് ആംഗിൾ എത്രയാണ്? 6 ആണ്. 6 എന്ന് പറയുന്നത് ആംഗിൾ ബിയോടാണ് ഈക്വൽ. ആംഗിൾ ബി ഏതാണ്? ഇതാണ് അല്ലെ. അപ്പൊ ഈ 2 ആംഗിൾസും ഈക്വൽ ആണ്. ഈ 2 ആംഗിൾസിന്റെയും ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും? സെയിം റേഷ്യോയിലായിരിക്കും അല്ലെ. അപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻ നോക്കിയേ. 6ന്റെ പകുതിയാണ് 3, അല്ലെങ്കിൽ 3ന്റെ ഇരട്ടിയാണ് 6. അപ്പൊ ഇവിടെ നമുക്ക് എ സി ബൈ പി ക്യൂ എന്ന് എടുത്താൽ എത്ര കിട്ടും? എ സി എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് അല്ലേ. പി ക്യൂ എന്ന് പറയുന്നതോ? പി ക്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ
ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടുകൂടെ ഭാഗിക്കുമ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും അല്ലേ? അപ്പൊ ഇവരുടെ റേഷ്യോ എത്ര കിട്ടി? 2. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള രണ്ട് വശങ്ങളുടെയും റേഷ്യോ എത്ര തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ നമ്മൾ ആംഗിൾ പിയോട് ആരാണ് ഈക്വൽ? ആംഗിൾ സി ആണ്. പി എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, അതിന്റെ ഓപ്പോസിറ്റ് വശം എന്ന് പറയുന്നത് ഇത്. കോൺ പി എന്ന് പറയുന്ന ഇതാണ്, അതിന്റെ ഓപ്പോസിറ്റ് വശം ഏതാണ്? ആർ ക്യൂ. അപ്പൊ അതുമായിട്ട് ഈക്വൽ ആരാണെന്ന് നോക്കാം നമുക്ക്. ആംഗിൾ പിയോട് ആംഗിൾ സി ആണ് ഈക്വൽ അല്ലെ. ആംഗിൾ സി ഇതാണ്. അപ്പൊ അതിന്റെ എതിർവശം ഏതാണ്? എ ബി ആണല്ലേ, 8 സെന്റിമീറ്റർ. അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന ഈ സൈഡും ക്യു ആർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആർ ക്യൂ എന്ന് പറയുന്ന ഈ സൈഡും തമ്മിലുള്ള റിലേഷനും എന്ത് തന്നെയായിരിക്കും? എ ബിയുടെ പകുതിയായിരിക്കും ആർ ക്യൂ. എ ബി നമുക്ക് തന്നിട്ടുണ്ട്. എ ബി എത്രയാണ്? 8 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആർ ക്യൂ എത്രയായിരിക്കും? 8ന്റെ പകുതി എത്രയാണ്? 4 ആണല്ലേ. അപ്പൊ ഇവിടെ 4 സെന്റിമീറ്റർ. അപ്പൊ ഇനി അടുത്ത് നോക്കിയേ, അടുത്ത ഇനി ഒരൊറ്റ സൈഡല്ലേ കണ്ടുപിടിക്കാനുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം. ആംഗിൾ ക്യൂവും ആംഗിൾ എയും കൂടാണ് ഈക്വൽ അല്ലെ. ആംഗിൾ ക്യൂവിന്റെ ഓപ്പോസിറ്റ് ആണ് പി ആർ, ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആണ് ബി സി. അപ്പൊ ഈ ബി സിയും പി ആറും തമ്മിലുള്ള റിലേഷനും എന്ത് തന്നെയായിരിക്കും? ബി സിയുടെ പകുതിയായിരിക്കും പി ആർ. ബി സി എത്രയാണ്? 4 സെന്റിമീറ്റർ. അപ്പൊ പി ആർ എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായോ? അതായത് ഈ ത്രികോണത്തിന്റെയും ആംഗിളുകൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, കോണളവുകൾ തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും എന്തായിരിക്കും? സദൃശ്യ ത്രികോണങ്ങളായിരിക്കും അല്ലെ, സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. സിമിലർ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് ത്രികോണങ്ങളുടെയും കോണളവുകൾ തുല്യമാണെങ്കിൽ അതിന്റെ വശങ്ങൾ എന്തായിരിക്കും? ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലെ. വശങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തുല്യമായിട്ടുള്ള കോണുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിന്റെ എതിർവശങ്ങളായിരിക്കും എന്ത്? ഒരേ അംശബന്ധത്തിലാവുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് പേജ് നമ്പർ 105 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് വരയ്ക്കേണ്ടത് 8 സെന്റിമീറ്റർ ഒരു വശവും രണ്ട് കോണളവുകൾ 60 ഡിഗ്രിയും 70 ഡിഗ്രിയുമായിട്ടുള്ള ഒരു ത്രികോണമാണ്. അതിനുശേഷം ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളുടെയും 1.5 മടങ്ങ് ഇരട്ടിയായിട്ടുള്ള മറ്റൊരു ത്രികോണവും നമുക്ക് വരയ്ക്കണം. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ എന്ത് വരച്ചിട്ടുണ്ട്? 8 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഇത് കറക്റ്റ് 8 സെന്റിമീറ്റർ ഇല്ല. അതിനുശേഷം നമ്മൾ ഈ 2 പോയിന്റിൽ വെച്ചും ഓരോ കോണളവുകൾ എടുക്കുവാണ് അല്ലെ. ഇവിടെ ഞാനിപ്പോൾ 60 ഡിഗ്രി എടുക്കുവാണ്. 60 ഡിഗ്രി എടുക്കുമ്പോൾ ഇങ്ങോട്ടാണ് ലൈൻ കിടക്കുന്നത്, ഇങ്ങോട്ടാണ് വര കിടക്കുന്നത്. അപ്പൊ ഇവിടെ 0 വരുന്ന രീതിയിൽ 60. ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ ഇനി നമുക്ക് ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അടുത്ത നമുക്ക് ഇവിടുന്ന് എത്ര ഡിഗ്രി എടുക്കാം? 70 ഡിഗ്രി എടുക്കാം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് ഇങ്ങോട്ടല്ലേ ലൈൻ കിടക്കുന്നത്. അപ്പൊ ഇവിടുന്ന് 0 വരത്തക്ക രീതിയിൽ 0, 70 ഇവിടെ അല്ലേ. ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റും തമ്മിൽ യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഈ ലൈനിനെ ഇങ്ങോട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ ആദ്യത്തെ ത്രികോണം. രണ്ടാമത്തെ ത്രികോണമോ? ഈ 3 വശങ്ങളുടെ ഈ 2 വശങ്ങൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഈ ഒരു സൈഡിന്റെ 1.5 മടങ്ങാണ് അടുത്ത ത്രികോണത്തിന്റെ ഒരു സൈഡെങ്കിൽ ബാക്കി 2 സൈഡും എന്തായിരിക്കും? ഈ 2 സൈഡുകളുടെയും 1.5 മടങ്ങ് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം 8ന്റെ 1.5 മടങ്ങ് നോക്കാം അല്ലെ. 8ന്റെ 1.5 മടങ്ങ് എത്രയാണ്? 8 ഗുണം 1.5 അല്ലെ. 8 ഗുണം ഇതിനെ നമുക്ക് സാധാരണ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 1 × 2 2, 2 + 1 3, 3/2 എന്ന് കിട്ടും. 8ന്റെ 2/3 ഭാഗം അല്ലെ. അതായത് ഇതിനെ രണ്ടിനെയും കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. 4 ഗുണം 3 12. 8ന്റെ 1.5 മടങ്ങെന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 12 സെന്റിമീറ്റർ ആണല്ലേ. അപ്പൊ ഇനി അടുത്ത ത്രികോണം വരയ്ക്കുമ്പോൾ 8 എന്ന് പറയുന്ന ഈ സൈഡിന് പകരം എത്ര സെന്റിമീറ്റർ കൊടുക്കണം? 12 സെന്റിമീറ്റർ എന്ന് കൊടുക്കണം അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ 12 സെന്റിമീറ്റർ കൊടുക്കാൻ പോവാം. കോണുകൾക്ക് മാറ്റമുണ്ടോ? കോണുകൾക്ക് മാറ്റമില്ല. കോണുകൾ 60ഉം 70ഉം തന്നെയാണ്. അപ്പൊ ഞാൻ ഇവിടെ 60 എടുക്കാൻ പോവാം. ഇങ്ങോട്ടാണ് വര കിടക്കുന്നത്. അപ്പൊ ഇവിടുന്ന് 0 വരുന്ന രീതിയിൽ എടുക്കണം. ഇവിടെ 60 ഡിഗ്രി ഈ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യാം. അടുത്ത നോക്കിയേ, ഇവിടെ 70 ഡിഗ്രി അല്ലേ. ഇങ്ങോട്ടാണ് വര കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് 0 വരത്തക്ക രീതിയിൽ 70. ഈ 2 പോയിന്റ്സ് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. കുറച്ച് നീട്ടി വരച്ചത്. ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പൊ ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ രണ്ടാമത്തെ ത്രികോണം. അതായത് ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഒരു സൈഡ് 8 സെന്റിമീറ്ററും 2 കോണുകൾ 60 ഡിഗ്രിയും 70 ഡിഗ്രിയും ആണെങ്കിൽ കോണളവുകൾ മാറാതെ 8 സെന്റിമീറ്ററിന്റെ 1.5 മടങ്ങ്, 8 സെന്റിമീറ്റർ മാത്രമല്ല ഈ 2 സൈഡുകൾ എത്രയാണോ അതിന്റെയും 1.5 മടങ്ങ് തന്നെയായിരിക്കും ഈ 2 സൈഡുകൾ. അപ്പൊ ഈ ത്രികോണത്തിന്റെ 3 സൈഡിന്റെയും 1.5 മടങ്ങ് വലിപ്പമുള്ള പുതിയ ത്രികോണമാണിത്. ഇവിടെ നമ്മൾ കറക്റ്റ് 8 സെന്റിമീറ്ററും അതുപോലെ 12 സെന്റിമീറ്ററും എടുത്ത് സ്കെയിലിൽ വരച്ചാൽ ഇതിലും വലിയ ത്രികോണമായിരിക്കും കിട്ടുന്നത്. ചെറിയ ത്രികോണങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ് 8ന്റെയും 12ന്റെയും പകരം ചെറിയ 2 അളവുകൾ കൊടുത്ത് വരച്ചത്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു മട്ട ത്രികോണം തന്നിട്ടുണ്ട്. ഏതാ മട്ട ത്രികോണം? ദാ ഈ വരയ്ക്കുന്നതാണ് ഈ വലിയ ത്രികോണം. ഇവിടെ നോക്കി, ഇവിടെ 90 ഡിഗ്രി 90 ഡിഗ്രി ആയിട്ട് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡുകളും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ സൈഡ്സുകളാണ് അല്ലേ, അതായത് ലംബവശങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഈ മട്ടകോണ്, അതായത് ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഈ ലെങ്ത് കണ്ടോ, ഈ വശം എന്തായിരിക്കും? അതിന്റെ ഹൈപ്പോട്ടന്യൂസും ആയിരിക്കും അല്ലെ. അടുത്തതായിട്ട് നോക്കിയേ, ഈ മൂല കണ്ടോ, ഈ മൂലയിൽ നിന്നും നേരെ താഴോട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട് അല്ലെ, നേരെ താഴോട്ടൊരു ഉന്നതി വരച്ചിട്ടുണ്ട്. ഈ ഉന്നതി എന്ന് പറയുന്നത് ഈ സൈഡിനെ രണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ഈ വര, ഈ താഴോട്ട് വരയ്ക്കുന്ന വര ഈ സൈഡിനെ 2 പീസസ് ആക്കിയിട്ടുണ്ട്, 2 ഭാഗങ്ങൾ ആക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്തിന് 2 സെന്റിമീറ്റർ നീളവും ഒരു ഭാഗത്തിന് 3 സെന്റിമീറ്റർ നീളവുമാണുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ വലിയ ത്രികോണത്തിന്, വലിയ ത്രികോണം എന്ന് പറയുമ്പോൾ മട്ട ത്രികോണമാണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ 90 ഡിഗ്രി വരുന്ന ആ ഒരു മൂലയിൽ നിന്ന് നേരെ താഴോട്ട് ഒരു ലൈൻ വരച്ചാൽ, ഒരു പെർപെൻഡിക്കുലർ ആയിട്ട്, ഒരു ലംബമായിട്ട് ഒരു ലൈൻ വരച്ചാൽ ഈ വലിയ ത്രികോണത്തിനെ 2 ത്രികോണമാക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒരു ത്രികോണം വരുന്നുണ്ട്, ഇവിടെ ഒരു ത്രികോണം വരുന്നുണ്ട്. ഈ 2 ത്രികോണവും ഏത് ടൈപ്പ് ത്രികോണങ്ങളാണ്? ദാണ്ട് ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം, ഇവിടെ 90 ഡിഗ്രി വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പുതുതായിട്ട് കിട്ടിയ ഈ 2 ത്രികോണങ്ങളും ഏത് ടൈപ്പ് ത്രികോണങ്ങൾ തന്നെയാണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ തന്നെയാണ്, അതായത് മട്ട ത്രികോണങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പ്രൂവ് ചെയ്യുന്നത്, ഈ ചെറിയ 2 ത്രികോണങ്ങളുണ്ടല്ലോ, ഈ ചെറിയ 2 ത്രികോണങ്ങളുടെയും ആംഗിളുകൾ, അതായത് കോണുകൾ ഒന്ന് തന്നെയായിരിക്കണം. അതായത് ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഈ 3 കോണുകളുടെയും അളവുകൾ എത്രയാണോ അത് തന്നെയായിരിക്കണം രണ്ടാമത്തെ ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകളും. ആണോ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഈ ത്രികോണത്തിന് ഒരു പേര് കൊടുക്കും. വലിയ ത്രികോണത്തിന്റെ പേരെന്താണ്? ത്രികോണം ABC. ചെറിയ 2 ത്രികോണങ്ങളുടെ പേരോ? ഒന്നാമത്തെ ത്രികോണത്തിന്റെ പേര് ADC എന്നും രണ്ടാമത്തെ ത്രികോണത്തിന്റെ പേര് BDC എന്നുമാണ് അല്ലെ. ഇവിടെ നോക്കിയേ, ADC എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെ ഒരു കോൺ നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് ആ കോണ്. എത്രയാണ്? 90 ഡിഗ്രി ആണല്ലേ. അതുപോലെ തന്നെ BDC എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെയും ഒരു കോണ് നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? അതും 90 ഡിഗ്രി ആണല്ലേ. അപ്പൊ ആദ്യം നമുക്ക് ഒന്നാമത്തെ ത്രികോണം എടുക്കാം. ഒന്നാമത്തെ ത്രികോണത്തിന്റെ പേരെന്താണ്? ADC. അപ്പൊ ആദ്യം നമുക്ക് ഇൻ ട്രയാങ്കിൾ ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്താൽ ആംഗിൾ ADC എത്രയാണ്? ആംഗിൾ ADC 90 ഡിഗ്രി ആണല്ലേ. ആംഗിൾ ADC 90 ഡിഗ്രി ആണ്. അടുത്ത് നമുക്ക് A എന്ന് പറയുന്ന ഇവിടുത്തെ ആംഗിൾ അറിയാമോ? ഇല്ല. അതുപോലെ തന്നെ ACD എന്ന് പറയുന്ന ഈ ആംഗിൾ അറിയാമോ? അതുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ Aക്ക് ഞാൻ X ഡിഗ്രി എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ആംഗിൾ A എത്രയാണ്? ആംഗിൾ A ഈക്വൽ ടു X ഡിഗ്രി ആണ്. അപ്പൊ ഒന്നാമത്തെ ത്രികോണത്തിന്റെ 2 ആംഗിൾ ഇപ്പൊ കിട്ടിയല്ലേ. ADC എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ആംഗിൾ A എന്ന് പറയുന്നത് എത്രയാണ്? X ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACD എന്ന് പറയുന്നത് ഈ വരച്ചേക്കുന്ന ആംഗിൾ ഉണ്ടല്ലോ, ഇതെത്രയായിരിക്കും? ആ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. ഈ ഒരു ത്രികോണത്തിന്റെ 3 ആംഗിൾസ് കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും? അല്ലെങ്കിൽ ആംഗിളിന്റെ സം എത്രയായിരിക്കും? എക്സും ഇവിടെ കിടക്കുന്ന ആംഗിളും ഈ 90 ഡിഗ്രിയും കൂടെ കൂട്ടുമ്പോൾ മൊത്തം എത്ര ആയിരിക്കും ആംഗിളിന്റെ സമ്മ്? ആംഗിൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും അല്ലെ. അതായത് ആംഗിൾ A എന്ന് പറയുന്ന ഈ ആംഗിളും ആംഗിൾ D നമുക്ക് പറയാൻ പറ്റത്തില്ല, ഡിയിൽ 2 ആംഗിൾ ഉണ്ട്. അതുകൊണ്ട് ADC എന്ന് തന്നെ പറയണം. ADC എന്ന് പറയുന്ന ആംഗിൾ, ADC എന്ന് പറയുന്ന ഈ ആംഗിളും അതുപോലെ തന്നെ ആംഗിൾ ACD, ഇവിടെ നമുക്ക് C എന്ന് പറയാൻ പറ്റുമോ? C എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇപ്പുറത്തും C ഉണ്ട് ഇവിടെയും C ഉണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ C എന്ന് പറയരുത്, ACD എന്ന് തന്നെ പറയണം. ACD ഈക്വൽ ടു ഈ 3 ആംഗിളൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ACD ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും അറിയാമല്ലോ. അപ്പൊ നമുക്ക് ACD കണ്ടുപിടിക്കാം. ആംഗിൾ ACD ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ആരുണ്ട്? 180 ഡിഗ്രി. മൊത്തം 180 ഡിഗ്രിയിൽ നിന്നും എയും ACDയും കൂടെ, എയും ACDയും കൂടെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുവരാം. A അപ്പുറത്ത് കൊണ്ടുവരുമ്പം ഇവിടെ പ്ലസ് A ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ എന്താണ്? മൈനസ് ആംഗിൾ A വരും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ പ്ലസ് ADC ആണ്, അതും അപ്പുറത്തോട്ട് വരുമ്പോൾ എന്താണ്? മൈനസ് ADC എന്ന് വരും. അതായത് 180 മൈനസ് ആംഗിൾ A എത്രയാണ്? X ഡിഗ്രി ആണ് അല്ലേ. X ഡിഗ്രി മൈനസ് ADC എത്രയാണ്? ADC എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. 180 90 പോകെ എത്രയാണ്? 90. 90 മൈനസ് X ഡിഗ്രി. സിയിലെ ആംഗിൾ എത്രയാണ്? 90 മൈനസ് X ഡിഗ്രി ആയിരിക്കും.
ഈ ഒന്നാമത്തെ ത്രികോണം എ ഡി സിയിലെ 3 ആംഗിൾസും കിട്ടിയല്ലോ. ഒന്ന് എക്സ് ഡിഗ്രിയാണ്, ഒന്ന് 90 ഡിഗ്രി 90 ഡിഗ്രിയാണ്, ഒന്ന് 90 മൈനസ് എക്സ് ഡിഗ്രിയാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ രണ്ടാമത്തെ ത്രികോണമായ ബി ഡി സിയിലും ഏതൊക്കെ ആംഗിൾസ് തന്നെ വരണം, ഏതൊക്കെ കോണുകൾ തന്നെ വരണം? എക്സ് ഡിഗ്രിയും 90 ഡിഗ്രിയും 90 മൈനസ് എക്സ് ഡിഗ്രിയും വരണം. ഇവിടെ 90 ഡിഗ്രി കിട്ടിയിട്ടുണ്ടല്ലോ. നോക്കിയേ, ആദ്യം നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാം. ബി സി ഡി. ബി സി ഡി എന്ന് പറയുന്ന ആംഗിളിന്റെ പ്രത്യേകത നോക്കിയേ. മൊത്തം ഈ ആംഗിൾ സി ആണല്ലേ. മൊത്തം സി എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാ? നമ്മൾ പറഞ്ഞായിരുന്നു, ആദ്യം നമ്മൾ എ ബി സി എന്ന് പറയുന്ന വലിയൊരു ത്രികോണം എടുത്തിട്ടുണ്ട്. ആ ത്രികോണത്തിന്റെ സി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. മൊത്തം സി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതിൽ കുറച്ചു ഭാഗം, അതായത് എ സി ഡി എന്ന് പറയുന്ന ഈ കുറച്ചു ഭാഗം എത്രയാണ്? നമുക്ക് കിട്ടി 90 മൈനസ് എക്സ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ബാക്കി ബി സി ഡി എത്രയായിരിക്കും? മൊത്തം 90 ഡിഗ്രിയിൽ നിന്നും ഈ കിട്ടിയ എ സി ഡി അങ്ങ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബി സി ഡി കിട്ടും അല്ലെ. ഈ ബാക്കി ഭാഗം കിട്ടും അല്ലെ. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇൻ ട്രയാങ്കിൾ ബി സി ഡി, അതിനകത്തിൽ ഒരു ആംഗിൾ നമുക്കറിയാമല്ലോ, ആംഗിൾ ബി ഡി സി. നിങ്ങൾ പടവും കൂടെ നോക്കിക്കോണേ. ബി ഡി സി എത്രയായിരുന്നു? 90 ഡിഗ്രി ആണല്ലേ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ബി സി ഡി ആണ്. ആംഗിൾ ബി സി ഡി ആണ്. ബി സി ഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു. മൊത്തം ആ സിയിലെ ആംഗിൾ എത്രയായിരുന്നു? 90 ഡിഗ്രി ആണല്ലേ. 90 ഡിഗ്രിയിൽ നിന്നും എന്താ മൈനസ് ചെയ്യേണ്ടത്? 90 മൈനസ് എക്സ് എന്ന് പറയുന്ന ആ ബാക്കി ആ ചെറിയൊരു പോർഷനാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ മൈനസ് ചെയ്യുന്നത് കൊണ്ട്, ഇവിടെ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് ഇത് ബ്രാക്കറ്റ് ഇട്ടോണം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 90 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ മൈനസ് അകത്തോട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും? മൈനസ് 90. ഇനി അടുത്ത് എന്താണ്? ഈ മൈനസ് ഇപ്പുറത്തോട്ട് കൊടുക്കുമ്പോൾ പ്ലസ് വരും അല്ലെ. 2 മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ് വരും. പ്ലസ് എക്സ്. 90 മൈനസ് 90 എന്താണ്? 0 ആണ് അല്ലെ. ക്യാൻസൽ ആയി പോവും. ബാക്കി എത്രയാണ്? എക്സ് ഡിഗ്രി. ആംഗിൾ ബി സി ഡി എന്ന് പറയുന്നത് ഈ ആംഗിളാ കണ്ടോ. ബി സി ഡി. ഈ കിടക്കുന്ന ഈ ചെറിയ ആംഗിളാണ്. അപ്പൊ അത് എത്ര കിട്ടി? എക്സ് ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ഈ രണ്ടാമത്തെ ത്രികോണത്തിന്റെ 2 ആംഗിൾസ് നമുക്കിപ്പോ അറിയാം. ഒന്ന് 90, ഒന്ന് എക്സ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഈ ആംഗിൾ എത്രയായിരിക്കും? മൊത്തത്തിൽ എത്രയാണ് ആംഗിളിന്റെ തുക? 180 ആണല്ലേ. അതായത് എക്സും 90ഉം കൂടെ കൂട്ടിയിട്ട് 180 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്രയായിരിക്കും ആൻസർ കിട്ടുന്നത്? 90 മൈനസ് എക്സ് തന്നെ അല്ലേ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കി, ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം ആ ത്രികോണത്തിന്റെ ആംഗിളിന്റെ തുക എന്ന് പറയുന്നത് എത്രയാണ്? കോണിന്റെ തുക എന്ന് പറയുന്നത് 180 ആണ് അല്ലെ. 180ൽ നിന്ന് ഏതൊക്കെയാണ് കുറയ്ക്കേണ്ടത്? ആംഗിൾ ബി ഡി സി എന്ന് പറയുന്ന 90 ഡിഗ്രിയും അതുപോലെ തന്നെ ബി സി ഡി എന്ന് പറയുന്ന എക്സ് ഡിഗ്രിയും ഇവ കൂട്ടിയിട്ട് 180ൽ നിന്ന് കുറയ്ക്കണം അല്ലെ. അപ്പൊ 2 ആംഗിൾ തന്നിട്ട് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന 2 ആംഗിളും കൂടെ കൂട്ടുക. അതിനുശേഷം എന്ത് ചെയ്യണം? 180ൽ നിന്നും ആ തുകയെ നമ്മൾ മൈനസ് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ 180 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, മൈനസ് 90. ഈ മൈനസ് അകത്തോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് തന്നെ അല്ലേ. അതായത് 180 മൈനസ് 90 എത്രയാണ്? 180 നിന്ന് 90 പോകെ 90 ആണ് അല്ലെ. 90 മൈനസ് എക്സ്. അപ്പൊ നമ്മുടെ അടുത്ത ആംഗിൾ എത്ര കിട്ടി? 90 മൈനസ് എക്സ് എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ മൂന്നാമത്തെ ആംഗിൾ, അതായത് ബി എന്ന് പറയുന്ന ആംഗിൾ എത്ര കിട്ടി? 90 മൈനസ് എക്സ് ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഈ 2 ത്രികോണങ്ങളും ഒന്ന് നോക്കിയേ. ഒന്നാമത്തെ ത്രികോണം എ ഡി സിയിലെ ആംഗിൾസ് എക്സ് 90 മൈനസ് എക്സ് 90. രണ്ടാമത്തെ ട്രയാങ്കിൾ ബി സി ഡിയിലെ ആംഗിൾസോ അതും എക്സ് 90 90 മൈനസ് എക്സ് ആണല്ലേ. അപ്പൊ ഈ 2 ത്രികോണങ്ങളും സിമിലർ ട്രയാങ്കിൾ ആണ്, സദൃശ്യ ത്രികോണങ്ങളാണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തേക്കുന്നത്. നമ്മളോട് ചോദിച്ചത്, ഒന്നാമത്തെ ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്നത് സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനല്ല, ഈ 2 ത്രികോണങ്ങളുടെയും കോണളവുകൾ തുല്യമാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ 2 ത്രികോണങ്ങളുടെയും കോണളവുകൾ തുല്യമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. രണ്ടാമത്തെ പാർട്ടി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഈ ത്രികോണത്തിന്റെ, ഈ വലിയ ത്രികോണത്തിന്റെ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഉന്നതിയെ നമ്മൾ എച്ച് എന്നെടുക്കുക. എച്ച്. അങ്ങനെയാണെങ്കിൽ h/2 ഈക്വൽ ആയിരിക്കും 3/h എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ 2 ത്രികോണങ്ങളുടെയും 3 കോണുകളും തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചല്ലോ. 3 കോണുകളും തുല്യമാണെങ്കിൽ ആ തുല്യ കോണുകളുടെ എതിർവശങ്ങൾ എന്തായിരിക്കും? ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലെ. നമ്മൾ പറഞ്ഞായിരുന്നു സിമിലർ ട്രയാങ്കിളിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്ന ഈ ഒരു കോണ് എക്സ് ഡിഗ്രി ആണല്ലേ. അപ്പൊ അതിന്റെ എതിർവശം എന്ന് പറയുന്നത് സി ഡി ആണ്. സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ആണ് അല്ലെ. ആ എച്ചിനോട് ഈക്വൽ ആയിട്ടുള്ള ഈ രണ്ടാമത്തെ ത്രികോണത്തിന്റെ വശം ഏതായിരിക്കും? എക്സ് ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് തന്നെ എടുക്കണം? എക്സ് ഡിഗ്രി തന്നെ എടുക്കണം അല്ലെ. രണ്ടാമത്തെ ത്രികോണത്തിന്റെ എക്സ് ഡിഗ്രി ഇതാണ്. എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വശം ഏതാണ്? എതിർവശം എന്ന് പറയുന്നത് ബി ഡി എന്ന് പറയുന്ന ഈ വശമാണ് അല്ലെ. 3 സെന്റിമീറ്റർ ആണ്. അടുത്ത് ഈ ഒരു ആംഗിൾ എടുക്കാം അല്ലെ. ഇത് 90 മൈനസ് എക്സ് ഡിഗ്രി. 90 മൈനസ് എക്സ് ഡിഗ്രിയുടെ എതിർവശം ഏതാണ്? എ ഡി 2 ആണ് അല്ലെ. എ ഡി എന്ന് പറയുന്ന ഈ 2 സെന്റിമീറ്റർ ആണ്. അടുത്ത ത്രികോണത്തിന്റെ 90 മൈനസ് എക്സ് ഡിഗ്രി ഏതാണ്? ഇതാണ് അല്ലെ. അതിനോട് ഓപ്പോസിറ്റ് എതിർവശം ഏതാണ്?
സി ഡി എന്ന് പറയുന്ന ഈ എച്ച് സെന്റിമീറ്റർ അല്ലെങ്കിൽ എച്ച്. അപ്പൊ ഇനി അടുത്ത ഈ ഒന്നാമത്തെ ത്രികോണത്തിന്റെ മൂന്നാമത്തെ ആംഗിൾ ഏതാണ്? ഈ 90 ഡിഗ്രി ആണ് അല്ലെ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ സി. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് h/2 ഈക്വൽ ടു 3/h എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എച്ചും 2ഉം 3യും വരുന്ന ഈ രണ്ട് സൈഡുകൾ വീതം മതി. മൂന്നാമത്തെ സൈഡായ എ സിയും ബി സിയും നമുക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പൊ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് ദാറ്റ് h/2 ഈക്വൽ ടു 3/h. നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? എ ഡി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെയും ബി ഡി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെയും ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ. അതായത് ഏതൊക്കെ ആംഗിൾ ആയിരുന്നു ഈക്വൽ? ആംഗിൾ എയോട് ഈക്വൽ ഏത് ആംഗിൾ ആയിരുന്നു? രണ്ടാമത്തെ ത്രികോണത്തിന്റെ ആംഗിൾ ബി സി ഡി ആണ്. അത് എത്രയാണ്? എക്സ് ഡിഗ്രി ആണ് അല്ലെ. അടുത്തതെന്ന് പറയുന്നത് 90 - x ഡിഗ്രി വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ത്രികോണത്തിന്റെ ആംഗിൾ എ സി ഡിയും രണ്ടാമത്തെ ത്രികോണത്തിന്റെ ആംഗിൾ ബി യു ആണ് അല്ലെ. ഇത് രണ്ടും എത്രയാണ്? 90 - x ഡിഗ്രി ആണ്. അടുത്തത് 90 ഡിഗ്രി വീതം വരുന്ന രണ്ട് ആംഗിൾസ് ഉണ്ടല്ലോ, അതേതൊക്കെയാണ്? ഒന്നാമത്തെ ത്രികോണത്തിന്റെ എ ഡി സിയും രണ്ടാമത്തെ ത്രികോണത്തിന്റെ ബി ഡി സിയും. ഇവ രണ്ടും എത്രയാണ്? 90 ഡിഗ്രി ആണല്ലേ. അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം റേഷ്യോയിലായിരിക്കും അല്ലെ. അപ്പൊ ഒന്നാമത്തെ ത്രികോണത്തിന്റെ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? നിങ്ങൾ പടവും കൂടെ നോക്കണം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് സി ഡി ആണല്ലേ, സി ഡി. അതിനോട് സെയിം ആയിട്ടുള്ള അംശബന്ധം രണ്ടാമത്തെ ത്രികോണത്തിന്റെ ബി സി ഡി എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് വശമാണ്, എതിർവശമാണ്. ബി സി ഡിയുടെ എതിർവശം ഏതാണ്? പടത്തിൽ നോക്കണേ, ബി ഡി ആണല്ലേ, ബി ഡി. അടുത്തത് എ സി ഡി എന്ന് പറയുന്ന ആംഗിളിന്റെ എതിർവശം ഏതാണ്? എ സി ഡി, എ ഡി ആണല്ലേ, എ ഡി ബൈ ആംഗിൾ ബി യുടെയോ? ആംഗിൾ ബി എന്ന് പറയുന്നത് സി ഡി ഈക്വൽ ടു എ ഡി സി എന്ന് പറയുന്ന 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ സി ആണല്ലേ, എ സി ബൈ ബി ഡി സിയുടെ ഓപ്പോസിറ്റോ? ബി സി. അപ്പൊ ഈ മൂന്ന് റേഷ്യാണ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടുന്നത്. സി ഡിക്ക് വരെ എച്ച് എന്ന് കൊടുക്കാം ബൈ ബി ഡി എത്രയാണ്? നിങ്ങൾ പടത്തിൽ നോക്കിക്കോണേ. ബി ഡി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണല്ലേ, 3 ഈക്വൽ ടു അടുത്തത് എന്താണ്? എ ഡി. എ ഡി എന്ന് പറയുന്നത് എത്രയാണ്? എ ഡി എന്ന് പറയുന്നത് 2 ആണ്. സി ഡിയോ? സി ഡി നമുക്കറിയാം എച്ച് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇത്രയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല, ഇത് തൽക്കാലം നമ്മൾ എഴുതുന്നില്ല. അതായത് h/3 ഈക്വൽ ടു 2/h എന്നാണ് കിട്ടിയത് അല്ലെ. ഇതിനെ തിരിച്ചെഴുതിയ വല്ല പ്രശ്നമുണ്ടോ? അതായത് 3/h ഈക്വൽ ടു h/2 എന്ന് എഴുതിയ തെറ്റുണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, റേഷ്യോ എഴുതുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയതെങ്കിലും അതിനെ തിരിച്ചെഴുതിയാലും പ്രശ്നമില്ല. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് h/2 ഈക്വൽ ടു 3/h എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3/h ഈക്വൽ ടു h/2 എന്ന് കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യേണ്ടത് വലിയ ത്രികോണത്തിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബവശങ്ങൾ ഏതൊക്കെയാണ്? ലംബവശങ്ങൾ ഈ രണ്ട് വശങ്ങളാണ് വലിയ ത്രികോണത്തിന്റെ ലംബവശങ്ങൾ. ആ രണ്ട് ലംബവശങ്ങളുടെയും ലെങ്ത്, നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് വലിയ ത്രികോണത്തിന്റെ ഈ ഒരു വശവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് ചെയ്യാൻ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. എളുപ്പവഴി എന്ന് വെച്ചാൽ ഈ വലിയ ത്രികോണത്തിനെ നമ്മൾ രണ്ട് ത്രികോണങ്ങളാക്കിയല്ലോ. ഒന്നാമത്തെ ത്രികോണം ഇത്, രണ്ടാമത്തെ ത്രികോണം ഇതല്ലേ. വലിയ ത്രികോണത്തിന്റെ ലംബവശങ്ങൾ എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ ത്രികോണത്തിന്റെയും രണ്ടാമത്തെ ത്രികോണത്തിന്റെയും ഓരോ വശങ്ങളാണ് അല്ലെ. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ത്രികോണത്തിന്റെ കർണമാണല്ലേ, അതായത് ഹൈപ്പോട്ടന്യൂസ് ആണ്. രണ്ടാമത്തെ ത്രികോണത്തിന്റെയും എന്താണ്? കർണമാണല്ലേ. രണ്ട് ത്രികോണങ്ങളുടെയും ഹൈപ്പോട്ടന്യൂസുകളാണ്, കർണങ്ങളാണ് ഈ വലിയ ത്രികോണത്തിന്റെ ലംബവശങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കി, ഒന്നാമത്തെ ത്രികോണത്തിന്റെ പാദമാണ് 2 സെന്റിമീറ്റർ, ലംബമാണ് എച്ച് അല്ലയോ. എച്ചിന്റെ വില നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കർണം കണ്ടുപിടിക്കാം അല്ലെ. അതേപോലെ തന്നെ രണ്ടാമത്തെ ത്രികോണത്തിന്റെയും പാദമാണ് 3 സെന്റിമീറ്റർ, എച്ചിന്റെ വിലയും കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കർണം കിട്ടും അല്ലെ. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളുടെയും കർണങ്ങൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തിന്റെ ആൻസർ കിട്ടിക്കോളും? മൂന്നാമത്തെ ആൻസർ കിട്ടും അല്ലെ. ഈ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത് കിട്ടും. ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എച്ച് കണ്ടുപിടിക്കുന്നത് ഈ രണ്ടാമത് നമ്മൾ പ്രൂവ് ചെയ്ത ഒരു കാര്യമുണ്ടല്ലോ, h/2 ഈക്വൽ ടു 3/h. ഇതിൽ നിന്നാണ് നമ്മൾ എച്ചിന്റെ വില കണ്ടുപിടിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് h/2 ഈക്വൽ ടു 3/h ആണല്ലേ. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ആയല്ലോ. h ഇൻറ്റു h എത്രയാണ്? h² ആണല്ലേ. h² ഇസിക്കൽ ടു ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴോ 2 ഇൻറ്റു 3. 2 ഇൻറ്റു 3 എത്രയാണ്? 6 ആണ്. 2 ഗുണം 3 6. h² 6 ആണ്. അങ്ങനെയാണെങ്കിൽ h എന്തായിരിക്കും? എച്ചിന്റെ സ്ക്വയർ ആണ് 6. അപ്പൊ എച്ച് എന്തായിരിക്കും? ഈ സ്ക്വയർ ഇങ്ങപ്പുറത്ത് വരുമ്പോൾ റൂട്ട് ആവും അല്ലെ, √6. അപ്പൊ എച്ചിന്റെ വില, അതായത് ഹൈറ്റ്, ഉന്നതി എത്രയാണ്? √6.
അപ്പൊ നമുക്ക് ഈ എച്ച് എന്ന് പറഞ്ഞ എത്ര കിട്ടി? √6 എന്ന് കിട്ടി അല്ലേ? അപ്പൊ ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഹൈപ്പോട്ടിന്യൂസ്, കർണമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ? കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ ആണ് അല്ലേ? പാദം സ്ക്വയർ എന്ന് പറഞ്ഞ 2 സെന്റിമീറ്റർ, ലംബം സ്ക്വയർ എന്ന് പറയുന്നത് √6 ആണ് അല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ സിയുടെ സ്ക്വയർ, എ സി എന്ന് പറയുന്നത് ആ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പാദത്തിന്റെ സ്ക്വയർ, പാദത്തിന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ അധികം ലംബത്തിന്റെ സ്ക്വയർ. ലംബം എന്ന് പറയുന്നത് എന്താണ്? 6 നമ്മൾ കണ്ടുപിടിച്ചു. ലംബത്തിന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 അധികം √6ന്റെ സ്ക്വയർ. ഒരു റൂട്ടും ഒരു സ്ക്വയറൂടെ വന്നാൽ എന്ത് ചെയ്യും? രണ്ടും കൂടെ ക്യാൻസൽ ആവും അല്ലേ? അപ്പൊ എത്രയാണ്? 6. അതായത് 4 + 6 എത്ര? 10. എ സിയുടെ സ്ക്വയർ ആണ് 10. അങ്ങനെയാണെങ്കിൽ എ സി എത്രയായിരിക്കും? √10 സെന്റിമീറ്റർ. എ സി എന്ന് പറയുന്നത് ഇതാണല്ലേ? എ സി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? √10 എന്ന് കിട്ടി. അപ്പൊ ഈ വലിയ ത്രികോണത്തിന്റെ ഒരു ലംബവശം നമുക്ക് കിട്ടി. ഇനി അടുത്ത ലംബവശം കണ്ടുപിടിക്കാൻ ബി സി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ രണ്ടാമത്തെ ത്രികോണത്തിൽ നിന്ന് നമുക്ക് ബി സി കണ്ടുപിടിക്കാം. ഇൻ ട്രയാങ്കിൾ ബി ഡി സി, ബി സിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിന്റെ സ്ക്വയർ, അവിടുത്തെ പാദം എത്രയാണ്? 3ന്റെ സ്ക്വയർ ആണല്ലേ? അതുപോലെ തന്നെ അവിടുത്തെ ലംബം എത്ര തന്നെയാണ്? √6 ആണല്ലേ? √6ന്റെ സ്ക്വയർ. ഇവിടെയും സ്ക്വയറും റൂട്ടും വന്നുകൊണ്ട് ക്യാൻസൽ ആയി പോകും. അതായത് 3ന്റെ സ്ക്വയർ എത്രയാ? 9. 6, 9 + 6, 9 + 6 എത്രയാണ്? 15. അപ്പൊ ബി സിയുടെ സ്ക്വയർ ആണ് 15. അങ്ങനെയാണെങ്കിൽ ബി സി എത്രയായിരിക്കും? √15 സെന്റിമീറ്റർ. അതായത് നമുക്ക് 2 ലംബവശങ്ങൾ എ സിയും ബി സിയും എത്ര വീതം കിട്ടി? എ സി എന്ന് പറയുന്നത് √10ഉം ബി സി എന്ന് പറയുന്നത് √15ഉം. എ സി എന്ന് പറയുന്ന ഈ സൈഡ് ആണല്ലേ? ബി സി ഏതാണ്? ഇതാണല്ലേ? അപ്പൊ ഇത് √15, √15 സെന്റിമീറ്റർ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ തന്നെ 4ാമത്തെ പാർട്ട് പറഞ്ഞേക്കുന്നത് ഇതേ ത്രികോണത്തിന്റെ തന്നെ ഈ മൂലയിൽ നിന്നും താഴേക്ക് വരയ്ക്കുന്ന ഈ ലൈനെ നമ്മൾ എച്ച് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ആയിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. അതിന് പകരം എ എന്നും ബി എന്നുമാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ h² = a × b. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് 2ന് പകരം എന്താണ്? 2 സെന്റിമീറ്ററിന് പകരം എ സെന്റിമീറ്ററും 3 സെന്റിമീറ്ററിന് പകരം ബി സെന്റിമീറ്ററും. എച്ചിന് മാറ്റമില്ല, ഇവിടെ എച്ച് തന്നെ. അപ്പൊ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് h² = a × b എന്നാണ് അല്ലേ? നമ്മൾ രണ്ടാമത്തെ പാർട്ടില് h/2 = 3/h എന്ന് കണ്ടുപിടിച്ചായിരുന്നല്ലോ. അതിനായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഈ 2 ത്രികോണങ്ങളും സിമിലർ ആയതുകൊണ്ട് അതിന്റെ എതിർവശങ്ങൾ എന്തായിരിക്കും? ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലെ? അവിടെ നമ്മളൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇക്വേഷൻ കൊടുത്തായിരുന്നു. ആ ഇക്വേഷനാണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. ആ ഇക്വേഷനിൽ ഇവിടെ 2ന് പകരം എ കൊടുക്കും, 3ക്ക് പകരം ബി കൊടുക്കും. അത്രയും മാത്രമേ മാറ്റമുള്ളൂ. ഇതാ ഇവിടെ നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തത് ഇതായിരുന്നു. CD/BD = AD/CD = AC/BC. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തായിരുന്നല്ലോ. അതിൽ CD/BD യും AD/CD മാത്രമേ എടുക്കുന്നുള്ളൂ. CD ക്ക് പകരം എത്രയാണ്? CD മാറ്റമില്ലല്ലോ, എച്ച് ആണല്ലേ? ഹൈറ്റ് ആണ് എച്ച്. BD ക്ക് പകരം BD എന്ന് പറയുന്നത് രണ്ടാമത്തെ ത്രികോണത്തിന്റെ പാദമാണല്ലേ? ബേസ് ആണ്. ബേസ് എന്ന് പറയുന്നത് B ആയിരുന്നു അല്ലേ? B = AD എന്ന് പറയുന്നത് ഒന്നാമത്തെ ത്രികോണത്തിന്റെ പാദമാണ്. അത് എത്രയായിരുന്നു? A ആയിരുന്നു അല്ലേ? A/CD ക്ക് എത്രയാണ്? CD എന്ന് പറഞ്ഞ എച്ച് ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും CD/AD = BD/CD എന്ന് പറയുന്ന ഈ 2 റേഷ്യോസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതെന്ന് പറയുന്നത് CD എത്രയാണ്? എച്ച് ആണല്ലേ? അതുപോലെ തന്നെ AD എത്രയാണ്? AD എന്ന് പറയുന്നത് A ആണല്ലേ? BD എത്രയാണ്? BD എന്ന് പറയുന്നത് B ആണല്ലേ? B/CD എത്രയാണ്? H ആണ്. പടത്തിലൊന്ന് നോക്കണേ. അതായത് നമുക്ക് ക്രോസി മൾട്ടിപ്ലൈ ചെയ്യാം. H × H എത്രയാണ്? h² = a × b AB. ഇതെല്ലാവരും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പാർട്ട് 2ൽ നമ്മളൊരു ഇക്വേഷൻ നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഇക്വേഷൻ നമ്പർ 1ൽ നമുക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രം എടുക്കുക. അതിനകത്ത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് കൊടുക്കുക. വാല്യൂസ് കൊടുത്തിട്ട് ക്രോസിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? h² = AB എന്ന് കിട്ടും. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ 4 പാർട്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. അപ്പൊ വേഗം തന്നെ അടുത്ത ക്ലാസ് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക്